അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള എണ്ണ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേ നോക്ക്, ഒട്ടും സ്റ്റിക്കി ഒന്നുമല്ല. നമുക്ക് മുടിയെല്ലാം തലയിലൊക്കെ തേക്കാം. മുടി ഒട്ടി പിടിക്കത്തൊന്നുമില്ല. മുടി നന്നായിട്ട് വളരും, അതിനകത്ത് ഒരു സംശയമില്ല. മുടി പൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് നല്ല ഒരു എണ്ണയായത്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വളരെ ഈസിയാണ്. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരിച്ച് കുപ്പിയിലാക്കി വെച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ആവണക്ക് ഞാൻ കൊണ്ട് നട്ടു വളർത്തിയതാണ് കേട്ടോ. അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നത്, അതായത് കൊച്ചി തൈ കൊണ്ടുവന്ന് നട്ടു വളർത്തിയതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ വലിയൊരു ആവണക്കായിട്ടുണ്ട്. ഇത് ഈ പറയുന്ന പോലെ ഒരു വിഷച്ചെടിയൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ കുരു ഒന്നും നമ്മൾ വെറുതെ കഴിക്കരുത്. വെറുതെ കഴിച്ചു കഴിഞ്ഞാൽ ആവണക്കിൻ്റെ കുരുവിനറിയാമല്ലോ, വയറിളക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് അങ്ങനെ വെറുതെ ചവയ്ക്കാനും കഴിക്കാനും ഒന്നും പാടില്ല. നല്ല ഒരു ഔഷധ ചെടിയാണ്. നമുക്ക് സൈഡിലൊക്കെ, അതായത് എന്താ പറയണ്ടേ, പിന്നെ വേലിക്കലൊക്കെ നട്ടു വളർത്താം. അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കായ എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആവണക്കിൻ്റെ പൂ കണ്ടില്ലെന്ന് പറയരുത്. ഇതാണ് ആവണക്കിൻ്റെ പൂ. നല്ല മനോഹരമായ പൂവാണ്. നല്ല മണമൊക്കെ ഉണ്ട്, കണ്ട, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് ഇതുപോലെ അതിൻ്റെ പൂവ് എന്താ നല്ല ഭംഗിയുള്ള പൂവൊക്കെയാണ്. നിറച്ചും ഇപ്പോൾ ഇത് പൂവെല്ലാം കഴിഞ്ഞ് കായ്ച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുരു എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ എല്ലാം ഉണങ്ങി നിൽക്കുന്നതുണ്ടോ കുരുക്കൾ. ഈ ഉണങ്ങി നിൽക്കുന്ന കുരുവെല്ലാം നമുക്ക് ഇങ്ങനെ ഇത്രയാകുമ്പോഴേ അങ്ങ് എടുക്കണം. അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യുന്നറിയാം, അതങ്ങ് പൊട്ടിപ്പോകും. നമ്മുടെ റബ്ബറിൻ്റെ കുരുവൊക്കെ പൊട്ടുന്ന പോലെ പൊട്ടിപ്പോകും. പിന്നെ നമുക്കതിൻ്റെ എടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ എടുക്കുക. കണ്ടില്ലേ ഈ കായൊക്കെ നിൽക്കുന്നത്. പച്ചക്കായ എടുക്കണ്ട, ഇതേപോലെ ഒന്ന് വിളഞ്ഞെടുക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം. കയ്യെ ചെറിയ മുള്ളുണ്ട്, വലിയ മുള്ളൊന്നുമല്ല, എന്നാലും അതെല്ലാം ഞാൻ ഇട്ടോട്ട് ഇടുക. അതുപോലെ പ്ലെയിനായിട്ട് ഇടരുത്, ഒരു ചരുവത്തിനകത്ത് ഇടണം. അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ചതിൻ്റെ കുരു പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ആവണക്കിൻ്റെ കുരുവൊക്കെ പറിച്ച് ഞാനിവിടെ ഇതുപോലെ കൊലകൊലയായിട്ടാണ് കായ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ആവണക്കിൻ്റെ കുരു ഉണക്കി എടുത്ത് വെച്ചതാണ്. വെയിലത്തിച്ച് നന്നായിട്ട് ഉണക്കി എടുത്ത കുരുവായത്. ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. മിക്സിക്കകത്തിട്ട് ചതയ്ക്കാം, പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് മിക്സി നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ ഒരു കല്ലുണ്ടല്ലോ, നമ്മൾ ഇടികല്ലൊക്കെ ഉണ്ടല്ലോ, മുളകൊക്കെ ഇടിച്ചെടുക്കുന്നത്, അത് വെച്ച് ചതച്ചെടുത്താലും മതി. പക്ഷെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇതുകൊണ്ടൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ തോടൊക്കെ അങ്ങ് പോകും, കണ്ടോ, നന്നായിട്ട് ചതഞ്ഞും കിട്ടും. ഇതുപോലെ നമുക്ക് ഇത് ക്രഷ് ചെയ്തെടുക്കാം. ആദ്യം പൊട്ടി എൻ്റെ ദേഹത്തോട്ട് വീണത് ഉടനെ നമ്മുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് പൊട്ടി. കാരണം വെയിലത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇത്, അന്നേരം പൊട്ടി വീണുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിതിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. അതിനനുസരിച്ചുള്ള ഒരു ഗ്ലാസ്സൊക്കെ മതിയാവും. കാരണം ഇതൊരു ഹാഫ് ഗ്ലാസ്സൊക്കെ അല്ലേ ഉള്ളൂ. അത് അങ്ങനെ ആ ഒരു കണക്കിന് എടുക്കണം. ഇത് ചെറിയ തീയിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് വെള്ളമൊക്കെ വറ്റി എടുക്കാം. അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള ആവണക്കെണ്ണ നമുക്ക് കിട്ടും. ആവണക്കെണ്ണ, അതായത് ആവണക്കെണ്ണ മാത്രമല്ല കേട്ടോ, പ്യുവർ ആവണക്കെണ്ണ എന്ന് പറഞ്ഞത് നമ്മൾ എന്താ പറയുന്നത്, കടയിലൊക്കെ വാങ്ങിക്കുന്നത് പോലെയല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതല്ലേ. അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ളതായിരിക്കും. ഇത് മൂത്ത് വരുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ പാകം അറിയാനായിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊട്ടി വരുമ്പോൾ എണ്ണ നല്ല കറക്റ്റായിരിക്കും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. മുളക് പൊട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കരിഞ്ഞു പോവാതെ എണ്ണ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കണ്ടില്ലേ, പൊട്ടി മേത്ത് വീഴായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് നല്ല സ്റ്റിക്കി ആയിരിക്കും. നമുക്ക് തലയിൽ വരട്ടി കഴിഞ്ഞു കുരുമുളക് പൊട്ടി. അപ്പം നല്ല എണ്ണ കറക്റ്റായി. ഞാൻ എന്തായാലും തീ ഓഫ് ചെയ്ത് കേട്ടോ. അപ്പം നല്ല പ്യുവറായിട്ടുള്ള എണ്ണ നമ്മൾ റെഡിയാക്കി എടുത്ത്. അപ്പോൾ ഈ എണ്ണ ഒട്ടും സ്റ്റിക്കി അല്ല. നമുക്ക് പിന്നെ മുടിയിലൊക്കെ തേക്കാം. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പിന്നെ പുരികയൊക്കെ കൊഴിഞ്ഞൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇല്ലെങ്കിലും ഒക്കെ നമ്മളിത് രാത്രിയിൽ കിടക്കുമ്പോൾ പുരികത്തിൽ തേച്ചുകൊണ്ട് കിടക്കാം. കൺപീലിയയിലൊക്കെ തേക്കാം. അതായത് സൂക്ഷിച്ച് വേണം, കാരണം കണ്ണിനകത്ത് പോയാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടല്ലേ, എണ്ണ കണ്ണിൽ പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ അതുപോലെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അങ്ങനെയുള്ള ഒരു കൺമഷിയിൽ ഒന്ന് ചേർത്തിട്ട് കണ്ണെഴുതിയിട്ട് കിടക്കാം.
അപ്പോൾ ഈ എണ്ണ നല്ല ഹെൽത്തി, നല്ല ഗുണമുള്ള ഒരു എണ്ണയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അറിയാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അപ്പോൾ ഇത് നമുക്ക് അരിച്ച് ഒരു കുപ്പിയിൽ എടുത്തു വയ്ക്കാം.